ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോകം കീഴടക്കിയ നിരവധിയായ രോഗങ്ങളെക്കുറിച്ച് നാം ഏറെ കേട്ടിട്ടുണ്ട്. വസൂരി, എബോള, പ്ലേഗ്, നിപ്പ തുടങ്ങി ഒട്ടനവധിയായിട്ടുള്ള രോഗങ്ങൾ. എന്നാൽ 2020 ഈ രോഗങ്ങൾക്കെല്ലാം വില്ലനായിക്കൊണ്ട് COVID-19 എന്ന കൊറോണ വൈറസ് ഈ ലോകത്തിലേക്ക് പ്രവേശനം ചെയ്തു. ഈ കാലയളവിൽ ലോകരാജ്യങ്ങളെ മുഴുവനായി തന്നെ നിശ്ചലമാക്കാൻ ഈ വൈറസിന് സാധിച്ചു എന്നുള്ളത് ഏറെ പ്രധാനമർഹിക്കുന്നതാണ്. മാനവരാശി നേരിട്ട ആഗോള പ്രതിസന്ധിയാണ് കോവിഡ് കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ എല്ലാ ജനങ്ങളെയും ഒരുപോലെ ഒരു കുടക്കീഴിനുള്ളിൽ തളച്ചിടാനായിട്ട് ഈ മഹാമാരിക്ക് സാധിച്ചു എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. കുടിൽ മുതൽ അങ്ങ് കൊട്ടാരം വരെ ഒരു മനുഷ്യനെ പോലും ഇടവിടാതെ ആരെയും വ്യത്യാസപ്പെടുത്താതെ എല്ലാവരെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കാനും ആശങ്കയിലാക്കാനും ഈ മഹാമാരിക്ക് സാധിച്ചു എന്നുള്ളത് ഏറെ പ്രാധാന്യം വഹിക്കുന്ന ഒരു പോയിന്റാണ്. ഈ കാലയളവിൽ ഒട്ടനവധി ആൾക്കാർക്ക് സ്വയം ജീവൻ നഷ്ടമാകാനും എല്ലാ ബന്ധുക്കളിൽ നിന്നും കൂടപ്പിറപ്പുകളിൽ നിന്നും ഉറ്റവരിൽ നിന്നും അകന്നു നിൽക്കാനുമായിട്ടുള്ള സാഹചര്യമുണ്ടായി. ഈ സാഹചര്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ക്രൈസ്തവരുടെ വിശ്വാസ ജീവിതം. എന്താണ് വിശ്വാസ ജീവിതം? ക്രൈസ്തവ പാരമ്പര്യം അനുസരിച്ച് വിശ്വാസം എന്ന് പറയുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമാണെന്നും അവിടുത്തെ രണ്ടാമത്തെ ആളായ പുത്രൻ തമ്പുരാൻ മനുഷ്യരായി അവതരിച്ചു എന്നുള്ളതുമാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. അത്ഭുതങ്ങളും അടയാളങ്ങളും ഇല്ലാതാകുമ്പോൾ നശിക്കാനുള്ളതല്ല ക്രിസ്തീയ വിശ്വാസം. പകരം ഏതു പ്രതിസന്ധിയിലും അടിയുറച്ച് ഏകദൈവമായ കർത്താവിൽ വിശ്വസിക്കുന്നതാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിയുറപ്പ്. തലകീഴായി കുരിശിൽ തറയ്ക്കപ്പെട്ടപ്പോഴും യേശുവാണ് ഏകരക്ഷകൻ എന്ന് ഏറ്റുപറഞ്ഞ വിശുദ്ധ പത്രോസ് നമുക്ക് മാതൃകയുമാണ്. വിശ്വാസ ജീവിതം കോവിഡിന് മുൻപും പിൻപും എന്ന വിഷയത്തെ ആസ്പദമാക്കി ചെറുപുഷ്പ മിഷൻ ലീഗ് നിലമ്പൂർ മേഖലയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഫീദസ് ഡിബേറ്റ് കോമ്പറ്റീഷനിലേക്ക് ചെറുപുഷ്പ മിഷൻ ലീഗ് തേൾപ്പാറ ശാഖയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞങ്ങൾ 11 പേർ അണിനിരക്കുന്നു. ഞാൻ മെറിൻ ജോഷി ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. കോവിഡിന് മുൻപുള്ള കാലഘട്ടത്തിൽ എപ്രകാരമായിരുന്നു വിശ്വാസ ജീവിതം എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായിട്ട് അണിനിരന്നിരിക്കുന്ന പാനൽ മെമ്പേഴ്സ്. +2 പഠിക്കുന്നു. ഞാൻ ഡെന്നിസ് നോബി +1 വിദ്യാർത്ഥിയാണ്. സാന്ദ്ര സ്മിഷ് 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. എൽവിൻ പ്രതി 9ൽ പഠിക്കുന്നു. ഞാൻ സേന ജനീഷ് +1ൽ പഠിക്കുന്നു. കോവിഡിന് പിൻപുള്ള വിശ്വാസ ജീവിതത്തിന്റെ കാലഘട്ടങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നതിനായിട്ടുള്ള പാനൽ മെമ്പേഴ്സ്. ഞാൻ എൽവിൻ നോബി 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഞാൻ റോബിൻ അലക്സ് 9ൽ പഠിക്കുന്നു. മൈസെൽഫ് ആർദ്ര ഷാജി +2 സ്റ്റുഡന്റ് ആണ്. രാജേഷ് +2 വിദ്യാർത്ഥിനിയാണ്. ഞാൻ എൽവിൻ രാജേഷ് 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. പാനൽ മെമ്പേഴ്സിനെ പരിചയപ്പെട്ടു. ഇനി നമുക്ക് സംവാദത്തിലേക്ക് പ്രവേശിക്കാം. ക്രൈസ്തവ സഭയിലെ ഏറ്റവും പ്രാധാന്യമുള്ളതും അടിസ്ഥാനവുമായിട്ടുള്ളതാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ ബലിയർപ്പണം കോവിഡിന് മുൻപുള്ള കാലഘട്ടങ്ങളിൽ എപ്രകാരമായിരുന്നു? വിശുദ്ധ കുർബാന കോവിഡിന് മുൻപ് എന്ന് പറയുമ്പോൾ ഈശോയുടെ മനുഷ്യാവതാരം, പീഡാസഹനം, മരണം, ഉദ്ധാനം എന്നിവയുടെ ഓർമ്മയും ഈ വിശ്വാസ സത്യങ്ങളുടെ പ്രഘോഷണവും ആഘോഷവുമാണ് വിശുദ്ധ കുർബാന. കോവിഡിന് മുൻപ് ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും വിശുദ്ധ കുർബാന അർപ്പണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. വിശുദ്ധ കുർബാന എന്നത് സ്നേഹത്തിന്റെ കൂദാശയും ഐക്യത്തിന്റെ അടയാളവും ഉപവയുടെ ഉടമ്പടിയുമാണെന്ന് വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നു. വിശുദ്ധ ബലി അതിവിശിഷ്ടവും അതേസമയം ഗൗരവമുള്ളതുമാണ്. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനും കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കാനും ക്രൈസ്തവ സഭയിലെ വിശ്വാസികൾ ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ കൊറോണ കാലത്ത് നേരിട്ട് പള്ളിയിലെത്താൻ സാധ്യമാകാത്തതിനാൽ മാധ്യമങ്ങളിൽ വിശുദ്ധ കുർബാന കാണുന്ന സാധ്യതകൾ ഉണ്ടായി. അത് ചിലരെയെങ്കിലും ദേവാലയത്തോടും വിശുദ്ധ കുർബാനയോടും അകന്നു നിൽക്കാനും ദിവ്യബലിയിൽ പങ്കെടുക്കുവാൻ അലസതയുള്ളവരുമാക്കി തീർത്തു. ഡെന്നിസിന്റെ അഭിപ്രായത്തിൽ കോവിഡിന് മുൻപുള്ള കാലഘട്ടത്തിൽ നമുക്ക് വിശുദ്ധ കുർബാനയോട് കൂടുതൽ അടുക്കാനായിട്ട് സാധിച്ചിരുന്നു. എന്നാൽ കോവിഡിന് പിൻപുള്ള കാലഘട്ടത്തിൽ
വിശുദ്ധ കുർബാനയിലും അതേപോലെ ദേവാലയത്തിൽ പോകാനും ആൾക്കാർക്ക് മടിയുണ്ടായെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഡെന്നിസ് പറഞ്ഞ കാര്യത്തോട് എനിക്ക് പൂർണ്ണമായി യോജിക്കാൻ കഴിയില്ല. എങ്കിൽ പോലും കൊറോണയ്ക്ക് ശേഷം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതിൽ ചിലർക്കെങ്കിലും, വളരെ ചുരുക്കം പേർക്കെങ്കിലും ചെറിയ അലസതയും മടിയുമെല്ലാം വന്നിട്ടുണ്ട്. എങ്കിൽ പോലും കൊറോണയ്ക്ക് ശേഷമാണ് ആ വിശ്വാസ തീക്ഷ്ണതയും വിശുദ്ധ കുർബാനയോടുള്ള ആ ഇഷ്ടമെല്ലാം കൂടുതലായി വന്നു തുടങ്ങിയത്. കാരണം കൊറോണയ്ക്ക് മുമ്പ് പലരെങ്കിലും, അതിൽ ഒരു ഭൂരിഭാഗം പേരും വിശുദ്ധ കുർബാനയിൽ തന്റെ തിരക്കിട്ട ജീവിതത്തിൽ ഒരു കടമ കഴിക്കുക എന്നതുപോലെയായിരുന്നു കുർബാനയ്ക്ക് പോകുന്നത്. 8 മണിക്ക് തുടങ്ങിയ കുർബാന ക്ലോക്കിൽ 9 മണിയാകുന്നത് കാത്തുനിന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ അതിനെല്ലാം ഒരു മാറ്റം വന്നത് കൊറോണയ്ക്ക് ശേഷമാണ്. ദൈവമില്ലാതെ, ഈശ്വര വിശ്വാസമില്ലാതെ ഒന്നും സാധിക്കില്ല എന്നൊരു ബോധം മനുഷ്യഹൃദയങ്ങളിൽ ഉണ്ടാവുകയും അതനുസരിച്ച് കോവിഡിന് ശേഷം ഏവരും പള്ളിയിൽ നേരത്തെ വന്ന് ദിവ്യകാരണത്തിന് മുമ്പിൽ അല്പനേരം ആയിരിക്കാനും വിശുദ്ധ കുർബാനയെ ഭയഭക്തി ആദരങ്ങളോടെ സ്നേഹത്തോടെ സ്വീകരിക്കാൻ കൊറോണയ്ക്ക് ശേഷം സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് ഞാൻ പറയുന്നു. മഹാമാരി നമുക്കേറെ പ്രിയപ്പെട്ട വിശുദ്ധ കുർബാനയുടെ ശീലങ്ങളിൽ വൻ മാറ്റങ്ങൾ വരുത്തി. എങ്കിലും ഈ പുതിയ സാഹചര്യത്തിൽ വിശുദ്ധ കുർബാനയെ എങ്ങനെ നാം അനുഭവപ്പെടുന്നു എന്നതിനെക്കുറിച്ചുള്ള ചിന്തകളും പുതിയ മാർഗങ്ങളും നമ്മൾ ഇവിടെ ചർച്ച ചെയ്തു. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ അവലോകനം ചെയ്യുകയും ചെയ്തു. വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം കോവിഡിന് മുൻപും പിൻപും എന്ന വിഷയത്തെ ആസ്പദമാക്കി ദീർഘമായ ഒരു ചർച്ച നമ്മൾ കാഴ്ചവെച്ചു. ഇതുപോലെ തന്നെ വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ കോവിഡിന് മുൻപും പിൻപുമുള്ള കാലഘട്ടത്തെക്കുറിച്ച് ദീർഘമായി തന്നെ ചർച്ച ചെയ്തു. ഇതുപോലെ തന്നെ ക്രൈസ്തവന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ് കൂദാശകളുടെ പരികർമ്മവും. കൂദാശകളുടെ പരികർമ്മം കോവിഡ് കാലത്തിന് പിൻപുള്ള കാലഘട്ടം, അതായത് ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷനിൽ എപ്രകാരമാണ് മുന്നോട്ട് പോകുന്നത്? കൊറോണ കാലം ക്രൈസ്തവരെ നമ്മെ സംബന്ധിച്ച് ഒരു തിരിച്ചറിവിന്റെ കാലഘട്ടമായിരുന്നു. എന്തെന്ന് വെച്ചാൽ കൊറോണ കാലത്ത് നമ്മുടെ ദേവാലയവും മറ്റു നമ്മുടെ ആത്മീയ കാര്യങ്ങളും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് നിയന്ത്രിക്കപ്പെട്ടപ്പോഴും നമ്മുടെ സഭയിലെ വൈദികരും സന്യസ്തരും മറ്റ് ആത്മീയ പ്രേക്ഷിതരും നമുക്ക് വേണ്ടി നവമാധ്യമങ്ങളിലൂടെ കുർബാന സ്വീകരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരികയും അരൂപിയിൽ കുർബാന സ്വീകരിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാക്കി തരികയും ചെയ്തിരുന്നു. എന്നാൽ ഇത് ഈ കൊറോണ സമയത്ത് മാത്രമുള്ള ഒരു എക്സ്ക്യൂസ് ആയിരുന്നു. കൊറോണയ്ക്ക് ശേഷം ഈ അരൂപിയിലുള്ള ദീപികാര സ്വീകരണം തികച്ചും തെറ്റാണെന്ന് നമ്മുടെ സഭയുടെ മേജർ ബിഷപ്പ് തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കൊറോണ കാലത്തിന് ശേഷം നമ്മുടെ കൂദാശകൾ പരികർമ്മം ചെയ്യുന്നതിൽ വന്ന മാറ്റം എന്തെന്ന് വെച്ചാൽ ഒന്നുകൂടി ലളിതമായ രീതിയിൽ നാം കൂദാശകൾ പരികർമ്മം ചെയ്യാൻ തുടങ്ങി. കൂദാശകൾ സ്വീകരിക്കുന്നതാണ് പ്രധാന കാര്യമെന്നും ആർഭാടവും ആഘോഷവും രണ്ടാമത്തെ കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. തികച്ചും കൊറോണയ്ക്ക് ശേഷമാണ് നമ്മൾ നമ്മുടെ കൂദാശകൾ വിശുദ്ധിയോടുകൂടെ പരികർമ്മം ചെയ്യാൻ നമുക്ക് സാധിച്ചത്. കോവിഡിന് പിൻപുള്ള കാലഘട്ടത്തിന് വിശുദ്ധ കൂദാശകളുടെ പരികർമ്മത്തിന് അതിന്റെ ആഡംബരത്തിന് വളരെയധികം മാറ്റം സംഭവിച്ചു, കുറവ് സംഭവിച്ചു എന്ന് ഡെൽവിൻ പ്രതിപാദിക്കുകയുണ്ടായി. ഈ കോവിഡ് കാലഘട്ടത്തിന് കോവിഡിന് മുൻപുള്ള സമയത്ത് ഇത് നമ്മുടെ കൂദാശ പരികർമ്മമൊക്കെ അത്രയ്ക്ക് ആർഭാടം നിറഞ്ഞതായിരുന്നോ? ഡെൽവിൻ പറഞ്ഞതിനോട് എനിക്ക് പൂർണ്ണമായും യോജിക്കാൻ സാധിക്കുന്നില്ല. ക്രൈസ്തവരുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം തന്നെയാണ് കൂദാശകൾ. കൊറോണയ്ക്ക് ശേഷമാണ് ഈ കൂദാശകളിൽ കൂടുതൽ വിശുദ്ധി വന്നത് എന്ന് ഡെൽവിൻ പറയുകയുണ്ടായി. അത് തീർത്തും തെറ്റായ ഒരു ധാരണയാണ്. കൊറോണയ്ക്ക് മുൻപും നമുക്ക് വിശുദ്ധി എല്ലാം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡെൽവിൻ പറഞ്ഞ മറ്റൊരു കാര്യം, നമുക്ക് കൊറോണയുടെ സമയത്ത് ടിവിയിലൊക്കെ കുർബാന കാണാനുള്ള അവസരം ഒരുക്കിയിരുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ കൊറോണയുടെ സമയത്ത് നമ്മളെല്ലാവരും ഈ കുർബാനയെല്ലാം കണ്ടിരുന്നു? നമ്മൾ കുർബാന കാണുന്ന സമയത്തും പലതരം കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിരുന്നു അല്ലെ? ഒരിക്കലും നമ്മൾ ആരും പൂർണ്ണമായിട്ടും ഒരു വിശുദ്ധ ബലിയിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ കൊറോണ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ കൂദാശകളിലെല്ലാം വിശുദ്ധി വന്നത് പറയുന്നത് തീർത്തും തെറ്റായ ഒരു ധാരണയാണ്. കൊറോണയ്ക്ക് മുൻപുള്ള കാര്യങ്ങളെ കുറിച്ച് സാന്ദ്ര പറഞ്ഞു. സാന്ദ്രയുടെ അഭിപ്രായത്തോട് എതിരഭിപ്രായമുണ്ട്, അല്ലെങ്കിൽ അതിനോട് യോജിക്കുന്നില്ല, ആർദ്ര യോജിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. ആർദ്രയ്ക്ക് എന്താണ് പറയാനുള്ളത്? സാന്ദ്ര പറഞ്ഞല്ലോ, എല്ലാവരും, അതായത് കൊറോണ സമയത്ത് എല്ലാവരും വിശുദ്ധ കുർബാനയെ അതിന്റെ ഭക്തിയോടെ ആ വിശുദ്ധിയെ തന്നെ സ്വീകരിച്ചിട്ടില്ല എന്ന്. അതൊരു തെറ്റായ ധാരണയാണ്. കാരണം എല്ലാവരെയും അടക്കി പറയാൻ ഒരിക്കലും സാധിക്കില്ല. വിശുദ്ധ കുർബാനയെ അതിന്റെ ഭക്തിയോടും ആ ഒരു വിശുദ്ധിയോടും കൂടെ തന്നെ സ്വീകരിച്ച ധാരാളം പേര് നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടായിരിക്കും.
അതുപോലെ തന്നെ എനിക്ക് മറ്റൊരു കാര്യം കൂട്ടിച്ചേർക്കാനുള്ളത്, ഈ കൊറോണ എന്ന മഹാമാരി ഈ ലോകത്തിൽ നിന്നും ഒരിക്കലും മാറിപ്പോകില്ല എന്ന് നാം വിശ്വസിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. കൊറോണ സമയത്ത് നമുക്കൊരിക്കലും കൂദാശകളെ അതിന്റെ രീതിയിൽ സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. രോഗലേപനം പോലുള്ള പല കൂദാശകളും നമുക്ക് ലഭ്യമാവാതെ വരുന്നിട്ടുണ്ട്. ആയതിനാൽ തന്നെ കൊറോണ സമയത്ത് അങ്ങനെ ആയതുകൊണ്ട് തന്നെ കൊറോണയ്ക്ക് ശേഷം ഇനിയൊരിക്കലും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവരുത്. കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ല എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ നമുക്ക് കിട്ടിയ കൂദാശകളെല്ലാം കൊറോണയ്ക്ക് ശേഷം ഒരല്പം കൂടി വിശുദ്ധിയോടും സ്നേഹത്തോടും കൂടി അതിൽ പങ്കുകൊള്ളാനും പരികർമ്മം ചെയ്യാനും എല്ലാവരും ശ്രമിക്കുന്നുണ്ട് എന്ന കാര്യം ഞാൻ പറഞ്ഞു വെക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൊറോണയ്ക്ക് ശേഷം വിശുദ്ധ കുർബാനയും അതുപോലുള്ള മറ്റു കൂദാശകളിലും പങ്കുചേരുന്നത് കൂടുതൽ കൂടി വിശുദ്ധി വന്നിട്ടുണ്ട് എന്ന് ഞാൻ അറിയിക്കുന്നു. മഹാമാരിക്ക് മുൻപ് കൂദാശകൾ നമുക്ക് വ്യക്തിപരമായും സാമൂഹികമായും ആചരിക്കാവുന്ന ആശീർവാദ പ്രമാണങ്ങളായിരുന്നു. എന്നാൽ കൊറോണ മഹാമാരിക്ക് ശേഷം നമ്മുടെ ആചാരങ്ങളിലെ ആഡംബരങ്ങളിൽ അല്പം കുറവ് സംഭവിച്ചാലും അതിന്റെ തീഷ്ണതയെ നിലനിർത്താനായിട്ട് ക്രൈസ്തവന് സാധിക്കുന്നു. അപ്പസ്തോലന്മാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചും അനവധി പേരെ ഈശോയിലേക്ക് കൂടുതൽ അടുപ്പിച്ചും വിശ്വാസമാകുന്ന പാറഞ്ഞാൽ പണിതുയർത്തതാണ് സഭ. ആ സഭാ മക്കൾക്ക് നൽകുന്നതാണ് വിശ്വാസ പരിശീലനവും അതുപോലെ തന്നെ സംഘടനാ പ്രവർത്തനങ്ങളും. നമ്മുടെ സഭയിൽ വിശ്വാസ പരിശീലനങ്ങളും സംഘടനാ പ്രവർത്തനങ്ങളും എപ്രകാരമായിരുന്നു കോവിഡിന് ശേഷവും കോവിഡിന് മുൻപും എന്ന് നോക്കാം. കോവിഡിന് മുൻപുള്ള കാലഘട്ടത്തിൽ എപ്രകാരമായിരുന്നു നമ്മുടെ വിശ്വാസ പരിശീലനങ്ങളും സംഘടനാ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോയിരുന്നത്? കോവിഡിന് മുൻപ് വിശ്വാസ പരിശീലനം, സംഘടനാ പ്രവർത്തനങ്ങൾ എന്നിവ വളരെ സജീവമായിരുന്നു. എല്ലാ ഞായറാഴ്ചകളിലും വിശ്വാസ പരിശീലനം ചെറുപുഷ്പ മിഷനിലെ KCYM, മാതൃവേദി, വിൻസെന്റ് പോൾ തുടങ്ങി നിരവധി സംഘടനകൾ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിച്ചു പോന്നു. പരസ്പര ഐക്യത്തോടെ കൈകോർത്ത് ഒരൊറ്റ ജനമായി നിലകൊണ്ടു. പ്രാർത്ഥനകൾ, ധ്യാനങ്ങൾ, കൺവെൻഷനുകൾ എന്നിവ ധാരാളമായിരുന്നു. പലവിധ മാനസിക വേദനകൾ അനുഭവിച്ചിരുന്നവർ പോലും ഇത്തരം സംഘടനാ പ്രവർത്തനങ്ങളിൽ ആശ്വാസം കണ്ടെത്തിയിരുന്നു. സൺഡേ സ്കൂൾ പഠനം നമ്മുടെ പൂർവികർ മുതൽ അനുഷ്ഠിച്ചു പോന്ന ഒരു ജീവിതചര്യയായിരുന്നു. ഞായറാഴ്ച ദിവസം വിശ്വാസ പരിശീലനത്തിന് വേണ്ടി മാത്രം മാറ്റിവെച്ചു. ഓരോ വിശ്വാസിക്കും മതബോധനം വിശ്വാസ ജീവിതത്തിന്റെ മൂലകല്ലായിരുന്നു. ഒരു കുടക്കീഴിൽ ഒരേ മനസ്സോടെ പ്രവർത്തിക്കാനും അതുവഴി ക്രിസ്തീയ സ്നേഹത്തിൽ അടിയുറച്ച് ജീവിക്കാനും പ്രതിസന്ധികളെ തരണം ചെയ്യാനും ഒറ്റയ്ക്കല്ല ഞങ്ങൾ കൂടെയുണ്ട് എന്ന ഉത്തമ ബോധത്തോടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താനും അതുവഴി ജീവിത വിജയം നേടുന്നതിനും അവസരങ്ങളുണ്ടായിരുന്നു. എന്നാൽ 2020 കോവിഡ് വരുന്നതോടുകൂടി ഇവയ്ക്ക് കടിഞ്ഞാൻ വീണു. സിയന, താങ്കൾ പറഞ്ഞ കാര്യത്തോട് എനിക്ക് പൂർണ്ണമായി യോജിക്കാൻ ഒരിക്കലും സാധിക്കില്ല. ശരിയാണ്, കോവിഡ് കാലത്ത് വിശ്വാസ പരിശീലനവും മറ്റ് കൂട്ടായ്മകളും ഓഫ്ലൈനായി ഇല്ലായിരുന്നു എങ്കിൽ തന്നെയും വിശ്വാസ പരിശീലനവും മറ്റ് കൂട്ടായ്മകളും ഒട്ടും പങ്കം വരാത്ത രീതിയിൽ നിലനിർത്താൻ സഭാപിതാക്കന്മാർ ശ്രമിച്ചു. അതിന് സാധിച്ചു. അത് പ്രശംസനീയം തന്നെയാണ്. ഇതേ തീഷ്ണതയോടെ, ഇതേ ശക്തിയോടെ, ഇതേ ഊർജ്ജസ്വലതയോടെ കോവിഡിന് ശേഷവും സംഘടനാ പ്രവർത്തനങ്ങളും മറ്റു മതബോധന രംഗവും എല്ലാം ഉയർത്തെഴുന്നേറ്റു എന്നത് വാസ്തവമാണ്. ഈ അവസരത്തിൽ ഒരു കാര്യം നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ കൊച്ചു ത്രേസ്യ തന്റെ ജീവിതത്തിൽ പലപ്പോഴായി പറഞ്ഞൊരു കാര്യം ഇതാണ്: എന്റെ ദിവ്യനാഥന്റെ വിളി അനുസരിക്കുന്നതിന് വേണ്ടി തീയിലും വെള്ളത്തിലും കൂടി സഞ്ചരിക്കേണ്ടി വന്നാൽ പോലും ഞാൻ അതിന്റെ സന്നദ്ധയാക്കത്തക്ക വിധത്തിൽ അത് അത്ര ശക്തിമത്തായിരുന്നു. ഇത്തരത്തിൽ വിശുദ്ധ കൊച്ചു ത്രേസ്യ, ഫ്രാൻസിസ് സേവ്യർ, തോമസ് ലീഹ എന്നിവരുടെ വിശ്വാസ തീഷ്ണതയുടെ പാതയിലാണ് സഭയിൽ നാം ഇന്നും ചലിക്കുന്നത്. ഇതിലൂടെയെല്ലാം നമുക്ക് ഒരു കാര്യം ഓർപ്പിക്കാം: വിശ്വാസ ജീവിതം കൂടുതൽ ശക്തമായത് കോവിഡിന് ശേഷം തന്നെയാണ്. കോവിഡ് കാലവും അതിനുശേഷവും മനുഷ്യരായി നമ്മിൽ ഉണ്ടായ ഒരു വലിയ മെച്ചം എന്ന് പറയുന്നത് മനുഷ്യർ തമ്മിലുള്ള ഐക്യമാണ്. കഴിഞ്ഞ ദിവസം നടന്ന ഓൺലൈൻ സാഹിത്യ മത്സരത്തിന്റെ ഓൺലൈൻ മീറ്റിംഗ് തന്നെ ഇതിനൊരു ഉദാഹരണമാണല്ലോ. വിശ്വാസവും സംഘടനാ പ്രവർത്തനങ്ങളും എങ്ങനെ നമുക്ക് കൂടുതൽ ശക്തിയും ഉറച്ചതുമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ പ്രാപ്തമാക്കുന്നു എന്നതിനെ കുറിച്ച് നമ്മളിപ്പോൾ ചർച്ച ചെയ്തു. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. ഓരോ ക്രൈസ്തവന്റെയും ആദ്യത്തെ വിശ്വാസ പരിശീലന കളരി എന്നറിയപ്പെടുന്നത് തന്നെ കുടുംബമാണ്. അവിടെ നിന്നാണ് അവർ വിശ്വാസത്തിന്റെ ആദ്യ അക്ഷരം കുറിക്കുന്നത്. ആ കുടുംബജീവിതം കോവിഡിന് പിൻപുള്ള കാലഘട്ടത്തിൽ, അതായത് ഇപ്പോൾ പ്രസന്റിൽ എപ്രകാരമാണ് കുടുംബജീവിതത്തിൽ വിശ്വാസം പ്രഘോഷിക്കപ്പെടുന്നത്? കുടുംബജീവിതത്തിൽ വിശ്വാസം കൂടുതൽ ദൃഢമാക്കാൻ കോവിഡിന് ശേഷം സാധിച്ചു.
കുടുംബ ബന്ധങ്ങളിലായാലും കൂട്ടായ്മയിലായാലും അതിന്റെ വില നമുക്ക് മനസ്സിലായി. കൊറോണ കാലത്ത് ബന്ധങ്ങൾക്കിടയിൽ ക്വാറന്റൈൻ പ്രഖ്യാപിച്ചപ്പോൾ അത് ഏത് സാമൂഹിക ജീവി എന്ന നിലയിൽ ഓരോ മനുഷ്യർക്കും വളരെ ഏറെ മാനസിക പിരിമുറുക്കങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൊറോണയ്ക്ക് ശേഷമുള്ള കാലത്താണ് നമുക്ക് എല്ലാവർക്കും അതിൽ നിന്നെല്ലാം മാറി ഒരു ന്യൂ സ്റ്റാർട്ടപ്പ് ആയി ഒരു ന്യൂ ലൈഫിലേക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പഴയതുപോലെ തന്നെ സാധിച്ചു. കൊറോണകൾക്ക് ശേഷം ക്രൈസ്തവ വിശ്വാസം ധാരാളമായി വർദ്ധിച്ചിട്ടുണ്ട് എന്ന് പല പത്രമാധ്യമങ്ങളുടെയും നാം കാണുന്നതാണ്. അതിന് ഉദാഹരണമായി ക്രൈസ്തവ വിശ്വാസം ധാരാളമായി വർദ്ധിച്ചിട്ടുണ്ട് എന്ന ലണ്ടൻ മാധ്യമത്തിലെ ഒരു പത്രത്തിൽ കാണുന്നുണ്ട്. Here is the proof. ഇതാണ് പ്രൂഫ്. എല്ലാവർക്കും തന്നെ കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോ ഏതൊരു പ്രതിസന്ധിയിലും രക്ഷകനായ ക്രിസ്തു നമ്മുടെ കൂടെ ഉണ്ട് എന്നും സഹായിക്കാൻ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകുമെന്നും ഉറച്ച് വിശ്വസിച്ചാണ് ഓരോ മനുഷ്യരും അവരുടെ ജീവിതം മുന്നോട്ട് നയിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ക്രൈസ്തവ വിശ്വാസം കൂടുതലായി കുടുംബ ബന്ധങ്ങൾ കൊറോണകൾക്ക് ശേഷം സൃഷ്ടിക്കാൻ സാധിച്ചു എന്നത് ഒരു സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഓരോ കൊറോണ ബാധിച്ചവർക്കായാലും മറ്റ് കൊറോണ ബാധിച്ചുകൊണ്ട് ഉച്ചകം നഷ്ടപ്പെട്ടവർക്കായാലും തന്നെ അവര് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഒരു രക്ഷാകര പദ്ധതിയുടെ ഭാഗമാണ് എന്നാണ് ഇതിനെല്ലാം വിചാരിച്ചത്. അതുകൊണ്ട് തന്നെ ഇനിയും ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഏതെങ്കിലും പകർച്ചവ്യാധികളൊക്കെ ഉണ്ടായാലും അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്ഷാകര പദ്ധതിയുടെ ഒരു ഭാഗമാണെന്ന് വിശ്വസിച്ച് അത് കുറച്ച് വിശ്വസിച്ച് ഓരോ ക്രൈസ്തവരും കുടുംബത്തിലൂടെ ക്രൈസ്തവ വിശ്വാസം വർദ്ധിപ്പിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ കൊറോണയ്ക്ക് ശേഷമുള്ള ക്രൈസ്തവ ജീവിതത്തിൽ ക്രൈസ്തവ വിശ്വാസം കുടുംബങ്ങളിൽ വളരെ ഒരു ഹൈ ലെവലിൽ തന്നെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയാം. സോ കുടുംബത്തിൽ വിശ്വാസം വളരെ 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 അധികം വർദ്ധിച്ചിട്ടുണ്ട്. കോവിഡിന് പിൻപുള്ള കാലഘട്ടത്തിലാണ് കുടുംബജീവിതവും അതേപോലെ വിശ്വാസ സത്യങ്ങളും അല്ലെങ്കിൽ വിശ്വാസ പരിശീലനവും കൂടുതലായതെന്ന് ശ്രേയ പറഞ്ഞു. ശ്രേയ വളരെ ഊന്നലായി ശക്തമായാണ് അതിനെക്കുറിച്ച് പ്രതിപാദിച്ചത്. എന്താണ് കോവിഡിന് മുൻപുള്ള കാലഘട്ടത്തില് നമ്മുടെ കുടുംബജീവിതങ്ങളിൽ വിശ്വാസ പരിശീലനവും അല്ലെങ്കിൽ വിശ്വാസ ജീവിതവും ഉണ്ടായിരുന്നില്ലേ? ശ്രേയ പറയുന്നതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നില്ല. കാരണം വിശ്വാസ പരിശീലനത്തിന്റെ അടിസ്ഥാനമാണ് കുടുംബം. മാതാപിതാക്കളും മക്കളും ചേർന്ന കുടുംബ ബന്ധങ്ങൾ സുദൃഢമായിരുന്നു. പഠനത്തിനും ജോലിക്കുമായി വിദൂര സ്ഥലങ്ങളിൽ പോയിരുന്നവർ തങ്ങളുടെ വിശേഷ അവസരങ്ങളിൽ വീട്ടിൽ എത്തുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അവർ ഈ വിശേഷ അവസരം പിന്നെ ഉണ്ടാവുമല്ലോ, പിന്നെ വരാലോ എന്ന് പറഞ്ഞ് നീട്ടി വരാതിരിക്കുകയും ചെയ്യുന്നവരുണ്ട്. നമ്മുടെ പ്രായമായ മാതാപിതാക്കൾക്ക് സൗഹൃദ സന്ദർശനങ്ങൾക്കും വിനോദങ്ങൾക്കുമുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ കൊറോണയ്ക്ക് ശേഷം ഇവർ 2 വർഷം വീട്ടിലിരുന്നത് കൊണ്ടും അവർക്ക് പുറത്തിറങ്ങാൻ ഒരു മടിയായി. അതുകൊണ്ട് ഇപ്പോൾ അവർ ഫുള്ളും ടിവിയിലിരുന്നായിരുന്നു കുർബാന കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ കൊറോണയ്ക്ക് മുമ്പായിരുന്നെങ്കിൽ നമ്മളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ധൈര്യം നമുക്ക് ഫേസ് ടു ഫേസ് നിന്ന് വർത്താനം പറയാനുള്ള ധൈര്യം നമുക്കുണ്ടായിരുന്നു. ഈ കൊറോണ കഴിഞ്ഞപ്പോൾ തൊട്ട് ഈ 2 വർഷക്കാലം വീട്ടിലിരുന്നുകൊണ്ട് ആരോടുമായിട്ട് വർത്താനം പറയുന്നത് കൊണ്ടും ഈ അവരുടെ സെൽഫ് കോൺഫിഡൻസ് കുറഞ്ഞു തുടങ്ങി. അതുകൊണ്ട് ഒരു ഉദാഹരണം പറയാന്ന് വെച്ചാല്, ഇപ്പോ നമുക്ക് ഓരോ പരിപാടികളൊക്കെ ഉണ്ട്. അതിൽ ഓരോ സാർമാര് പറയും ഫ്രണ്ടിൽ നിന്ന് വർത്താനം പറഞ്ഞാൽ എല്ലാവർക്കും മടിയായിരുന്നു. കാരണം അവർക്ക് സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെടാൻ തുടങ്ങി. നീ പറഞ്ഞ എല്ലാ കാര്യത്തോടും എനിക്ക് യോജിക്കാൻ പറ്റില്ല. കാരണം നീ ലാസ്റ്റ് പറഞ്ഞല്ലോ സെൽഫ് കോൺഫിഡൻസ്. അങ്ങനെ പറയുമ്പോ അത് 2 വർഷം കൊറോണ ആയിരുന്നതുകൊണ്ട് വീട്ടിലിരിക്കുമ്പോ കുറഞ്ഞെന്നും വരാം ആ ടൈമില്. പക്ഷെ അത് ഇവിടെ ഓരോ അവസരങ്ങൾ കിട്ടുമ്പോഴും വീണ്ടും അത് നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയും. അതിനുവേണ്ടി ഇവിടെ കുറെ പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ നടത്തുന്നതുമാണ്. CMLന്റെ ഭാഗമായിട്ടാണെങ്കിലും KCYന്റെ ഭാഗമായിട്ടാണെങ്കിലും എന്തിന്റെ ഭാഗമായിട്ടാണെങ്കിലും നമ്മളിവിടെ ധാരാളം പ്രോഗ്രാംസ് ഒക്കെ നടത്തുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ പ്രോഗ്രാംസിലൂടെ ഓരോ അവസരങ്ങളാണ് കിട്ടുന്നത്. ആ അവസരത്തിലൂടെ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ സെൽഫ് കോൺഫിഡൻസിന്റെ ലെവല് അങ്ങ് ഹൈ ആവും. സോ അത് കറക്റ്റ് ആണെന്ന് ചോദിച്ചാൽ എനിക്കത് യോജിക്കാൻ പറ്റില്ല. അത്രേ ഉള്ളൂ.
കുടുംബ ബന്ധങ്ങളിലെ കൂട്ടിയോജിപ്പ് എല്ലാ കാലത്തും അത് കോവിഡിന് മുൻപാണെങ്കിലും പിൻപാണെങ്കിലും ക്രൈസ്തവ വിശ്വാസ ജീവിതത്തിന് ഒരു ഉത്തമമായ മാതൃകയാണ്. മാറുന്ന കാലഘട്ടത്തിൽ നാം ഓരോരുത്തരും മാറ്റങ്ങൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുകയാണ്. അപ്രകാരം സമൂഹത്തിൽ വന്ന ഒരു പുത്തൻ കുതിച്ചുചാട്ടമാണ് സാങ്കേതിക വിദ്യയുടെ കടന്നുവരവ്. അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ, അനുദിന ജീവിതത്തിൽ നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളും സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടിയാണ് ചെയ്യുന്നത്. ഈ സാങ്കേതിക വിദ്യ കോവിഡിന് മുൻപുള്ള കാലഘട്ടം എങ്ങനെയൊക്കെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് പ്രതിഫലിപ്പിക്കാനായി കഴിയും, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമുക്കത് നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഉണർത്താനായിട്ട് സഹായിച്ചു? ലോകത്തിലെ എല്ലാ കണ്ടുപിടുത്തങ്ങൾക്കും ശാസ്ത്രങ്ങൾക്കും മാറ്റങ്ങൾക്കും ഏറെ സംഭാവനകൾ നൽകിയിട്ടുള്ളവരാണ് ക്രൈസ്തവർ. മാറ്റങ്ങളെ പോസിറ്റീവായി ഉൾക്കൊള്ളുവാനും പ്രായോഗികത്തിൽ വരുത്തുവാനും ക്രിസ്ത്യാനികൾ മുൻപന്തിയിലായിരുന്നു. കമ്പ്യൂട്ടർ യുഗത്തിലും മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വിശ്വാസ ദീപം ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ജനങ്ങൾ ധാരാളമായി ഒത്തുകൂടുന്ന പ്രഘോഷണ വേദികളിൽ പ്രൊജക്ടർ വെച്ച് ജനങ്ങൾക്ക് നേരിട്ട് വേദി കാണാൻ കഴിഞ്ഞു. കൂടാതെ ഷാലോം, ഗുഡ്നസ്, ഷെക്കിന തുടങ്ങി മാധ്യമ ചാനലുകൾ 24 മണിക്കൂറും വചനത്തിന്റെ വിത്തുകൾ നമ്മുടെ വീടുകളിൽ എത്തിക്കുന്ന പ്ലാറ്റ്ഫോമുകളായിരുന്നു. കോവിഡിന് മുമ്പ് തന്നെ മാറുന്ന IT വിദ്യകളെ സ്വീകരിക്കാൻ നമ്മൾ റെഡിയായിരുന്നു. സാങ്കേതിക വിദ്യയുടെ ഉപയോഗം കോവിഡിന് മുന്നേ തന്നെ നമ്മുടെ ഷാലോം, ഷെക്കീന തുടങ്ങിയ TV ചാനൽ അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നുവെന്ന് സെലിൻ പറഞ്ഞു. ഇതുപോലെ തന്നെ ഇതിലും കൂടുതലായിട്ട് നമ്മൾ കോവിഡിന് പിൻപ് നമ്മൾ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നില്ലേ? അതിനെന്താണ് സംശയം? എന്നാലും കോവിഡിന് മുമ്പും ശേഷവും നാം ഡിജിറ്റൽ വേൾഡിൽ തന്നെയാണ് ഇപ്പം നിൽക്കുന്നത്. ഇതിന്റെ കൂടെ 2-3 പോയിന്റുകൾ ഞാൻ കൂട്ടിച്ചേർക്കാൻ വളരെയേറെ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം കോവിഡിന് ശേഷം ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ വന്നത് IT മേഖലയ്ക്ക് തന്നെയാണ്. നമ്മൾ ഇന്ന് സംഘടിപ്പിക്കുന്ന ഈ ഡിബേറ്റ് പോലും അതിന്റെ ഒരു ഉദാഹരണമാണ്. കോവിഡ് കാലത്തും കോവിഡിന് ശേഷവും എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് IT മേഖല ലോകത്താകമാനം നടത്തിയ ഇടപെടലുകളാണ്. ഏറെ നന്മയുള്ളതും എന്നാൽ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇതിലേറെ തിന്മയിലേക്ക് നയിക്കുന്നതുമായ ഒരു കാര്യമാണ് ടെക്നോളജി. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ടെലിവിഷൻ എന്നിവ വീട് അടക്കി ഭരിച്ചിരുന്ന കാലമായിരുന്നു കോവിഡ് കാലം. എന്നാൽ കൊറോണയ്ക്ക് ശേഷം വിശ്വാസ ജീവിതത്തിൽ വളരെയധികം പോസിറ്റീവ് ചേഞ്ചസ് കൊണ്ടുവരുത്തുവാൻ ITക്ക് സാധിച്ചു. ഓൺലൈൻ മീറ്റിംഗുകൾ, മോട്ടിവേഷൻ ക്ലാസുകൾ, ധ്യാന പ്രസംഗങ്ങൾ, കൾച്ചറൽ പ്രോഗ്രാംസ് എന്നിവയെല്ലാം IT മേഖലകൾ നൽകിയ സംഭാവനകളാണ്. സാങ്കേതിക വിദ്യയുടെ ഉപയോഗം അന്നും ഇന്നും എല്ലാ കാലത്തും ഈ ലോക ജനതയുടെ അല്ലെങ്കിൽ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ അത്രയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. അത് വിശ്വാസ ജീവിതത്തിലും ഒട്ടും കോട്ടം സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ വിശ്വാസ ജീവിതം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് അതിന്റെ ഉപയോഗം കുറയ്ക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമുക്ക് ഇന്നത്തെ ചർച്ചയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതിന്റെ അവസാന ഭാഗത്തേക്ക് പ്രവേശിക്കാം. ഇനി നമ്മളിവിടെ വിശുദ്ധ കുർബാനയെ കുറിച്ചും കൂദാശ പരികർമ്മങ്ങളെ കുറിച്ചും കുടുംബ ജീവിതത്തെ കുറിച്ചും അതേപോലെ സന്നദ്ധ പ്രവർത്തനങ്ങളെ കുറിച്ചും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളതാണ് സാമൂഹിക ഐക്യവും സേവന പ്രവർത്തനങ്ങളും. എങ്ങനെയൊക്കെയാണ് കോവിഡിന് പിൻപുള്ള കാലഘട്ടം, അതായത് ഇപ്പോൾ നമ്മുടെ സാമൂഹിക സേവനങ്ങളും അതേപോലെ സന്നദ്ധ പ്രവർത്തനങ്ങളും മുന്നോട്ടു പോകുന്നത്? കോവിഡ് കാലം വ്യക്തിഗതമായി ഓരോരുത്തരെയും ഒറ്റപ്പെടുത്തിയപ്പോൾ, അതായത് ക്വാറന്റൈൻ, ഐസൊലേഷൻ എന്നിങ്ങനെ കാര്യങ്ങൾ വന്നപ്പോഴാണ് നമ്മളിൽ പലർക്കും ബന്ധങ്ങളുടെ മൂല്യം മനസ്സിലായി തുടങ്ങിയത്. കോവിഡിന് ശേഷം ഓൺലൈനായും ഓഫ്ലൈനായും സഹായ സഹകരണങ്ങൾ വർദ്ധിച്ചു. പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളായ വാട്സ്ആപ്പ്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് പലവിധ ഗ്രൂപ്പുകളിലൂടെ നമ്മൾ ആശയവിനിമയം തുടങ്ങുകയും സഹായ സഹകരണങ്ങൾ 5G സ്പീഡിൽ തന്നെ മുന്നോട്ടെത്തിക്കാൻ, ഓരോ ആളുകളിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിച്ചത് കൊറോണയ്ക്ക് ശേഷമാണ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം കൊറോണയ്ക്ക് മുമ്പ് നമ്മൾ പലരിലെങ്കിലും സ്വാർത്ഥത എന്നൊരു കാര്യം കയറിക്കൂടിയിരുന്നു. കൊറോണയ്ക്ക് ഒരുപാട് നാൾക്ക് മുമ്പ് ആദിമ ക്രൈസ്തവർ തനിക്കില്ലെങ്കിലും മറ്റുള്ളവർക്ക് കൊടുക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അതിനൊക്കെ കുറെ മാറ്റം കോവിഡിന് മുമ്പ്, അതായത് 2018-17 കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു എന്നതിന് ഒരു സംശയവുമില്ല. എന്നാൽ അതിനുശേഷം ഈ കോവിഡ് മഹാമാരി വന്നപ്പോൾ നാം വിചാരിച്ചു, ഞാൻ മാത്രമല്ല ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹമാണ് എന്റെ ലോകം എന്ന് വിചാരിച്ച് പ്രവർത്തിക്കാൻ നാം ഓരോരുത്തരും തുടങ്ങി. നോട്ട് മീ ബട്ട് യു എന്നൊരു ചിന്ത അന്നാണ് ഓരോ സമൂഹത്തിലും ഓരോ ജീവിയുടെയും
ഒരു സാമൂഹിക ജീവിയുടെ തലയിൽ ഉദിച്ചത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ കോവിഡിന് ശേഷം സാമൂഹ്യ പ്രവർത്തനങ്ങൾ, അത് ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഒരു മാനപ്പടക്കം തന്നെ ദൈവജനത്തിന്റെ ഹൃദയങ്ങൾ ഉണ്ടായി എന്നതിൽ ഒരു സംശയവുമില്ല. സേവനമെല്ലാം കൂടുതലായി വർദ്ധിച്ചു എന്നതിന്റെ ഒരു തെളിവാണ് ഈ കാണുന്നത്. ഇതിൽ ധാരാളം പേപ്പർ കട്ടിങ്സ് ആണുള്ളത്. ഇതിൽ പറയുന്ന കാര്യങ്ങൾ കോവിഡിന് ശേഷം മനുഷ്യ ഹൃദയങ്ങളിലുണ്ടായ മാറ്റത്തെയാണ്. ചാരിറ്റിയുടെ മാലപ്പടക്കം പൊട്ടിയെന്നാണ് നാം ഈ പേപ്പറിലൂടെ കാണുന്നത്. ആർദ്ര എന്താണ് പറഞ്ഞു എന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അതായത് കൊറോണ കാലത്തിന് മുമ്പ് നമ്മൾ ഇത്തരത്തിലുള്ള സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ചെയ്തില്ല എന്നാണോ താങ്കൾ ഉദ്ദേശിച്ചത്? നമ്മൾക്ക് കൊറോണയ്ക്ക് മുമ്പ് നടന്ന 2018-19 കാലങ്ങളിൽ ഉണ്ടായിരുന്ന പ്രളയത്തിൽ നമ്മൾ കേരള ജനതകൾ ഒന്നിച്ചു നിന്ന് കൂട്ടായ്മയോടെ പ്രവർത്തിച്ചതും, അതുപോലെ തന്നെ നമ്മുടെ ഇടവകയിലെ KCYM യുവജനങ്ങള് പ്രളയകാലത്ത് വെള്ളം കയറിയ ധാരാളം വീടുകള് ശുചിയാക്കുന്നതിനും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ ആയിട്ട് മുൻകൈയെടുത്ത് അവര് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇടവകയിലെ പാവപ്പെട്ട ഒരു കുടുംബത്തിന് ഭവനം പണിതു കൊടുക്കാൻ നമ്മള് മുൻകൈയെടുത്ത് ഇറങ്ങിയിരുന്നു. ഇതൊക്കെ കൊറോണയ്ക്ക് മുൻപ് നമ്മൾ നടത്തിയ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്ക് മകുട ഉദാഹരണമാണ്. പ്രിയ സുഹൃത്തെ, ഞാൻ ഒരിക്കലും താങ്കൾ പറഞ്ഞൊരു രൂപത്തിലുള്ള കാര്യം പറഞ്ഞിട്ടില്ല. കൊറോണയ്ക്ക് മുമ്പ് സാമൂഹ്യ സേവനം ഒട്ടുമില്ലായിരുന്നു എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞില്ല. ഇപ്പോൾ താങ്കൾ പറഞ്ഞു നമ്മുടെ ഇടകൾ തന്നെ KCYM യൂണിറ്റുകൾ വീട് ശുചീകരണം ചെയ്യുകയും ഭവന നിർമ്മാണങ്ങൾ ചെയ്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ അതിനോട് പൂർണ്ണമായി യോജിക്കുന്നു. എങ്കിൽ ഇതെല്ലാം ചെയ്തത് ഓരോ യൂണിറ്റുകളുടെ കീഴിലാണ്. എന്നാൽ കൊറോണയ്ക്ക് ശേഷം ഓരോ വ്യക്തികൾ തങ്ങളുടെ ഉള്ള സമ്പത്തിൽ നിന്നും മാറ്റിവെച്ച് ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും കൊടുക്കണമെന്നുള്ള ഒരു ധാരണ കൊറോണയ്ക്ക് ശേഷമാണ് ഓരോ വ്യക്തിയുടെയും മനസ്സിലുണ്ടായത് എന്നൊരു കാര്യം മാത്രമാണ് ഞാൻ പ്രതിപാദിച്ചത്. കൊറോണയ്ക്ക് മുൻപ് ഒരിക്കലും ഒരു തരത്തിലുള്ള സാമൂഹ്യ സേവനം ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ ഒരിക്കലും എവിടെയും പറഞ്ഞില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, ഇപ്പൊ ആർദ്ര പറഞ്ഞു കൊറോണയ്ക്ക് ശേഷമുള്ള കാലത്താണ് നമ്മുടെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ഒന്നുകൂടി വർദ്ധിച്ചതെന്ന് പറഞ്ഞു. ഇതിനു മുമ്പും, അതായത് കൊറോണയ്ക്ക് മുമ്പും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ടുണ്ടായിരുന്നു. കൊറോണ ടൈമിലും അതിനോടനുബന്ധിച്ച സമയത്താണ് നമ്മുടെയൊക്കെ ഇടയിൽ സാമൂഹിക മാധ്യമങ്ങളുടെ വൻതോതിലുള്ള ഒരു കടന്നുകയറ്റം ഉണ്ടായത്. അതായത് ഇന്നത്തെ കാലത്ത് നമ്മൾ ചെയ്യുന്ന സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ, ഇൻസ്റ്റഗ്രാം, വാട്സപ്പ്, ഫേസ്ബുക്ക്, ട്വിറ്റർ തുടങ്ങിയ മാധ്യമങ്ങളിലൂടെ മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. അതിലൂടെ ഒരുപാട് പേര് അറിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ പണ്ടത്തേതിനെക്കാട്ടിലും കൂടിയെന്ന് നമ്മൾ പറയാൻ കാരണം. ഇപ്പൊ നമ്മുടെ വിരൽത്തുമ്പിലാണ് ഇന്ന് ജനങ്ങൾ ചെയ്യുന്ന സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ. പഴയ നിയമകാലം മുതൽക്കേ തന്നെ കൂട്ടായ്മകൾക്കും പങ്കുവയ്ക്കലിനും ഏറെ പ്രാധാന്യം നൽകിയിരുന്നതായി ബൈബിളിൽ നമുക്ക് കാണാം. സങ്കീർത്തനം 133 അതിന്റെ 1 പറയുന്നു, സഹോദരർ ഏക മനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ്. 2-3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാനുണ്ട് എന്ന് മത്തായി സുവിശേഷകൻ 18:20 പറയുന്നു. ഒരുമിച്ചുള്ള കുടുംബ പ്രാർത്ഥന, യൂണിറ്റ് പ്രാർത്ഥനകൾ, വിശുദ്ധ കുർബാനയ്ക്കായി ദേവാലയത്തിലേക്ക് ഒരുമിച്ചുള്ള യാത്ര, വിവാഹ ദിവസങ്ങളിൽ ബന്ധുക്കളും അയൽവാസികളുമായി ഒരുമിച്ചുള്ള ആഘോഷങ്ങൾ, ഇടവക തിരുനാൾ, വിശേഷ ദിവസങ്ങളിലെ ഒരുമ, ഇവയെല്ലാം കൊറോണയ്ക്ക് മുൻപ് കാണാൻ കഴിയുമായിരുന്നില്ല. ഇവ നൽകുന്ന മാനസികോല്ലാസവും ആത്മീയ സംതൃപ്തിയും വലുതായിരുന്നു. അയൽവാസികൾക്കിടയിലും ബന്ധുക്കൾക്കിടയിലും ഏതില്ലായ്മയിലും പരസ്പര സഹായത്തിന്റെയും സേവന മനോഭാവത്തിന്റെയും കരങ്ങൾ കോർക്കാൻ ആർക്കും മടിയില്ലായിരുന്നു. 2 പാനൽ അംഗങ്ങളുടെയും അവതരണ രീതിയിലുള്ള വ്യത്യാസം കൊണ്ടായിരിക്കാം കോവിഡിന് മുൻപാണെങ്കിലും പിൻപാണെങ്കിലും വിശ്വാസ ജീവിതത്തിലും അതേപോലെ സാമൂഹിക സേവനങ്ങളും സന്നദ്ധ പ്രവർത്തനങ്ങളും അന്നും ഇന്നും ഒരേപോലെ തന്നെ മുന്നോട്ടു പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു പകർച്ചവ്യാധിയുടെ കാലത്ത് ലോകത്തിന്റെ മുഴുവൻ വിശ്വാസ ദൃഢതയും ആത്മീയ ചൈതന്യവും നഷ്ടപ്പെട്ടു പോകുന്നതിന്റെയും വീണ്ടെടുക്കുന്നതിന്റെയും ആവശ്യകതയെക്കുറിച്ച് നമ്മൾ കോവിഡിന് മുൻപും പിൻപുമുള്ള കാലഘട്ടമായിട്ട് തിരിച്ച് ചർച്ച ചെയ്തു. ഈ ചർച്ചയിൽ നമുക്ക് ചില മേഖലകളിൽ കോവിഡിന് മുൻപ് വിശ്വാസ തീക്ഷ്ണത കുറഞ്ഞെങ്കിൽ ചില മേഖലകളിൽ വിശ്വാസ തീക്ഷ്ണത വർദ്ധിച്ചതായിട്ട് കാണാനായി സാധിച്ചു. ഉദാഹരണമായി IT മേഖല, അതുപോലെ തന്നെ കുടുംബ കൂട്ടായ്മകൾ. IT മേഖല നമുക്ക് കോവിഡിന് മുൻപുള്ളതിനേക്കാളും കൂടുതൽ അതിനകത്തേക്ക് ഇൻവോൾവ് ചെയ്തുകൊണ്ട് കൂടുതൽ അതിലേക്ക് ഇറങ്ങി അതിന്റെ സാധ്യതകൾ കൂടുതൽ ഉപയോഗിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ കൂട്ടായ്മകൾ കുറഞ്ഞു എന്നല്ല,
പക്ഷെ നേരിട്ട് ഓൺലൈൻ അല്ലാതെ ഓഫ്ലൈൻ ആയിട്ട് പരസ്പരം കണ്ടുകൊണ്ട് പരസ്പരം ഫേസ് ടു ഫേസ് ആയിട്ട് അഭിമുഖീകരിച്ചുകൊണ്ടുള്ള കുടുംബ കൂട്ടായ്മകളോ അല്ലെങ്കിൽ സാമൂഹിക കൂട്ടായ്മകളിലോ ചെറിയ തോതിലെങ്കിലും എന്തുണ്ടായിട്ടുണ്ട്, ഒരു കുറവ് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ചർച്ചയുടെ തുടങ്ങിയത് തന്നെ നമ്മൾ വിശുദ്ധ കുർബാനയും അതേപോലെ കൂദാശകളുടെ പരികർമ്മത്തെയും കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടാണ്. വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ക്രൈസ്തവന്റെ വിശ്വാസ ജീവിതത്തിന്റെ ഉറവിടമാണെന്ന് നമ്മൾ ചർച്ച ചെയ്തു. ഈ വിശുദ്ധ കുർബാനയിലുള്ള പങ്കാളിത്തം കോവിഡിന് മുൻപാണെങ്കിലും ശേഷമാണെങ്കിലും കുറവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതിനകത്ത് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് കൂടുതൽ നമ്മൾ വിശുദ്ധ ബലിയർപ്പണത്തിലേക്ക് എത്തിച്ചേരുന്നതായാണ് നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ കൂദാശകളുടെ പരികർമ്മത്തിലാണെങ്കിലും നമ്മൾ പണ്ട് ചെയ്തിരുന്ന ആഡംബരപൂർണമായിട്ടുള്ള കൂദാശകളുടെ പരികർമ്മങ്ങളിൽ ഇപ്പോൾ നമുക്ക് മാറ്റം വരുത്താനായിട്ട് എന്ന് കഴിഞ്ഞ് അതിനകത്തുള്ള ആത്മീയ വിശുദ്ധിയോ അല്ലെങ്കിൽ ആത്മീയതയോ കുറയ്ക്കാതെ ഒട്ടും തന്നെ അതിനകത്തൊന്നും മാറ്റം വരുത്താതെ അത് അതേപോലെ മുന്നോട്ട് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. കാൽവരിയിൽ സകല ജനത്തിന്റെ ഇരയായി തീർന്ന യേശുനാഥന്റെ ജീവിത മാതൃക നമ്മൾ അനുകരിച്ചുകൊണ്ട് അത് പിന്തുടർന്നു കൊണ്ടുവരുന്നവരാണ് നമ്മൾ ഓരോ ക്രൈസ്തവരെന്ന് നമ്മൾ ചർച്ച ചെയ്തു. ആ ക്രിസ്തീയ വിശ്വാസത്തിൽ ഒട്ടും തന്നെ മങ്ങലേൽക്കാതെ അതിന്റെ തീഷ്ണതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഓരോ ക്രൈസ്തവനും സാധിക്കട്ടെ. എത്ര തന്നെ വലിയ മഹാമാരികളാണെങ്കിലും എത്ര തന്നെ വലിയ ലോകയുദ്ധങ്ങളാണെങ്കിലും ശരി, എങ്ങനെയൊക്കെ ലോക ജീവിതം അല്ലെങ്കിൽ മനുഷ്യന്റെ ജീവിതം നിശ്ചലമായി തീർന്നാലും അതിൽ നിന്നെല്ലാം നമ്മൾ പുറത്തു വരും. ദൈവവിശ്വാസം അല്ലെങ്കിൽ യേശുവിൽ ആശ്രയിച്ചുള്ള ഒരു ജീവിതം വഴി നമുക്ക് അതെല്ലാം മറികടന്ന് വരാൻ പറ്റും എന്നുള്ളൊരു ഉറച്ച ബോധ്യത്തോടു കൂടി ഇന്ന് ഈ ചർച്ചയിൽ ഇവിടെ പങ്കുചേർന്നിട്ടുള്ള എല്ലാ പാനൽ മെമ്പേഴ്സിനും ഞാൻ കേൾപ്പാറ മിഷൻ ലീഗിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ജയ് ക്രൈസ്റ്റ്, ജയ് മിഷൻ ലീഗ്.